നമസ്കാരം. ഓണത്തിമിഴ്പ്പിലേക്ക് കടന്ന മലയാളികൾ. നോക്കാം വിശദമായ വാർത്തകൾ. ആദ്യം തലക്കെട്ടുകൾ. ഓണാവശ്യത്തിൽ മലയാളികൾ നാളെ ഉത്രാടപ്പാച്ചിൽ. ഓണം വാരാഘോഷത്തിന് തുടക്കം. ബെവ്കോയിൽ മദ്യവിൽപ്പന കുത്തനെ കൂടി. കഴിഞ്ഞ 6 ദിവസത്തെ ബെവ്കോയിലെ വിൽപ്പന 512 കോടി 11 ലക്ഷം രൂപ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 52 കോടിയോളം രൂപയുടെ വർധനവ്. ഓണാവശ്യത്തിലാണ് കേരളമെങ്കിൽ കൂടിയും മഴ വില്ലനാകുമോ എന്ന ആശങ്കയാണ്. പ്രധാനമായും വടക്കൻ കേരളത്തിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഈ ജില്ലകളിൽ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. അനഘ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അനഘ, ഇപ്പോൾ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പക്ഷേ ഓറഞ്ച് അലേർട്ട് തന്നിരിക്കുന്നു. അപ്പോൾ നാളെ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം. ഓണത്തെ മഴ മുക്കുമോ എന്നൊരു ആശങ്കയുമുണ്ട്. തീർച്ചയായും മഴയ്ക്ക് നേരിയൊരു ശമനമുണ്ട്. ഇന്ന് രാവിലെ വരെ യെല്ലോ അലർട്ടാണ് ജില്ലയിൽ പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ഇന്ന് വൈകിട്ടോടുകൂടി ഈ വടക്കൻ കേരളത്തിലെ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്ന് പുലർച്ചെ മുതൽ പെയ്ത മഴ ഉച്ചവരെ നീണ്ടു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കൊരു ശമനമുണ്ട്. ഈ ഓണത്തിൻ്റെ വിപണികളൊക്കെ സജീവമായ ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. കോഴിക്കോടും സമാനമായ രീതിയിൽ ആളുകളെല്ലാം തന്നെ ഈ നഗരങ്ങളിലേക്ക് ഇറങ്ങിയ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓണം മഴയിൽ മുങ്ങുമോ എന്ന ആശങ്കയടക്കം പലരും പങ്കുവച്ചിരുന്നു. എന്നാൽ അതിന് ആശ്വാസം നൽകിക്കൊണ്ട് തന്നെയാണ് മഴയ്ക്ക് ഒരു നേരിയ ശമനമുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ്. കോഴിക്കോട് ബീച്ചിൽ ഓണം വാരാഘോഷത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടന വേദിക്ക് സമീപമാണ് നമ്മളിപ്പോൾ ഉള്ളത്. പി.കെ. കുഞ്ഞാലിക്കുട്ടി, വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി.കെ. കുഞ്ഞാലിക്കുട്ടി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തി ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കും. ഈ കോഴിക്കോട് ജില്ലയിലെ എം.എൽ.എമാരായിട്ടുള്ള കെ ജയന്ത് എം.എൽ.എ, എം.കെ. രാഘവൻ എം.പി, ഷാഫി പറമ്പിൽ എം.പി അടക്കമുള്ള ആളുകൾ ഈ വേദിയിലെത്തും. ഈ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് ആഗസ്റ്റ് 30 വരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. വലിയൊരു പരിപാടി തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് വൈകിട്ട് തൈക്കുട ഗാനമേളയടക്കം ഈ വേദിയിൽ ഉണ്ടാകും. ഏതായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇവിടെ എത്തും. ഇതിന് ശേഷം ഈ കോഴിക്കോട് ജില്ലാതല ഓണാഘോഷത്തിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. വടക്കൻ കേരളത്തിൽ വലിയ മഴയാണ്. പക്ഷേ ഓണാഘോഷങ്ങളുടെ ഔദ്യോഗികതല ഉദ്ഘാടനം ഇപ്പോൾ കോഴിക്കോട് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളും അതിൻ്റെ വിവരങ്ങളുമായി ചേർന്നിട്ടാണ് അനഘ ഇപ്പോൾ ചേർന്നത്. തിരുവോണത്തെ വരവേറ്റ് കാസർഗോഡ് ഓണത്താറാട്ടത്തിൻ്റെ മണികിലുക്കം. വീട്ടുമുറ്റങ്ങളിലെത്തി പൂക്കളത്തിന് ചുറ്റും ഓണത്താർ ചുവടുവെക്കുന്നത് ഗൃഹാതുരമായ കാഴ്ചയാണ്. തെയ്യ സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ ഓണത്താറാട്ടത്തിന് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഒറ്റച്ചെണ്ടയുടെ താളത്തിൽ ഓട്ടുമണിയുമായി ഓണത്താർ വീട്ടുമുറ്റങ്ങളിൽ ചുവടുവെക്കുകയാണ്. ഉത്തര കേരളത്തിന്റെ ഗ്രാമാന്തരീക്ഷത്തിൽ തിരുവോണ സമൃദ്ധി അറിയിക്കുന്ന ഗൃഹാതുരമായ കാഴ്ച. മുഖത്തെഴുത്തിനൊപ്പം അരയിൽ കാണിയും പട്ടും കിരീടവും ഓണത്താറിനെ ആകർഷകമാക്കുന്നു. ഓണവില്ലും ഓട്ടുമണിയും കൈകളിലേന്തി പൂക്കളത്തിന് ചുറ്റും തോറ്റംപാട്ടിനൊത്ത് ചുവടുവെക്കുന്ന ഓണത്താറാട്ടം നൂറ്റാണ്ടുകളായി തുടരുന്ന അനുഷ്ഠാന പാരമ്പര്യമാണ്. തെയ്യ സമ്പ്രദായ പ്രകാരമാണ് ഓണത്താർ കെട്ടിയാടുന്നത്. നീലേശ്വരത്തിന്റെ ഗ്രാമവഴികളിലാണ് മുടക്കമില്ലാതെ ഓണത്താർ ചിങ്ങമാസം പിറന്നാൽ വീടുകളിലെത്തുന്നത്. തോട്ടത്തിൽ പാടിയിരിക്കുന്നത് പിന്നെ വെച്ച കണ്ണാടി വിളക്ക് വീടം വെണ്ണ നൽ പൂക്കുല വെണ്ണച്ചാന്ത്. അതായത് നമ്മളെ വീട്ടിൽ വെക്കുന്ന വിളക്കിൻ്റെ ഐശ്വര്യം. അതേപോലെ പിന്നെ ഓണത്തിനെ പറ്റി പറഞ്ഞ് ഓണവില്ല് കയ്യിലുണ്ട്, പിന്നെ മണി കയ്യിലുണ്ട്, പിന്നെ കൃഷ്ണൻ്റെ രൂപത്തിൽ വരുന്നത്. മാവേലിയായിട്ട് വരുന്നതല്ല, മാവേലി വരുന്നതിൻ്റെ സങ്കല്പത്തിൽ മാവേലിനെ കൊണ്ടുവരുന്നത് എന്ന രീതിയിൽ കൃഷ്ണന്റെ രൂപത്തിൽ വരുന്നു. തിരുവോണത്തിനായി ചിങ്ങമാസത്തിൽ അണിഞ്ഞൊരുങ്ങിയ പ്രകൃതിയെയും വിഷ്ണു ഭഗവാനെയും തോറ്റംപാട്ടിലൂടെ സ്തുതിച്ചു പാടിക്കൊണ്ടാണ് ഓണത്താറിന്റെ ദേശസഞ്ചാരം. തിരുവോണ ദിവസം വരെ ഓണത്താർ വീട്ടുമുറ്റങ്ങളിലെത്തും. അമൃത ന്യൂസ്, കാസർഗോഡ്.
മറ്റു വാർത്തകളിലേക്ക് ബേപ്പൂരിൽ PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പിഴച്ചുവെന്ന് തുറന്നടിച്ച് K പ്രവീൺകുമാർ MLA. കോണിയിലോ കൈപ്പത്തി ചിഹ്നത്തിലോ മത്സരിച്ചിരുന്നുവെങ്കിൽ ജില്ലയിലെ മുഴുവൻ സീറ്റിലും ജയിക്കാമായിരുന്നുവെന്നാണ് പ്രവീൺകുമാറിന്റെ പ്രസ്താവന. അതേസമയം പ്രവീൺകുമാറിനെതിരെ ആഞ്ഞടിച്ച് PV അൻവർ രംഗത്തെത്തി. പേരാമ്പ്രയിൽ MLA-മാർക്കൊരുക്കിയ സ്വീകരണത്തിലാണ് കോഴിക്കോട് DCC പ്രസിഡന്റും MLA-യുമായ K പ്രവീൺകുമാറിന്റെ തുറന്നു പറച്ചിൽ. ബേപ്പൂരിലെ സ്ഥാനാർത്ഥിത്വം പിഴച്ചില്ലായിരുന്നുവെങ്കിൽ ജില്ലയിൽ 13-ൽ 13 നമ്മൾ ജയിച്ചേനെ എന്നുള്ള സത്യം ഇപ്പോൾ തിരിച്ചറിയുന്നുവെന്നായിരുന്നു പ്രവീൺകുമാറിന്റെ പ്രസ്താവന. സാറ് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, വലിയതാരും വാർത്തയൊന്നാക്കരുത്. സ്ഥാനാർത്ഥി നിർണയം പഠിച്ചില്ലായിരുന്നെങ്കിൽ 13-ൽ 13 നമ്മൾ ജയിച്ചേൻ എന്നുള്ള സത്യം ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ ഒരാൾ മത്സരിച്ചിരുന്നെങ്കിൽ ഈ ജില്ലയിലെ വിജയം 100-ൽ 100% ആകുമായിരുന്നുള്ള സത്യം ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. അതേസമയം പ്രവീൺകുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ ആഞ്ഞടിച്ച് PV അൻവറും രംഗത്തെത്തി. ബേപ്പൂരിൽ തന്നെ പരാജയപ്പെടുത്തിയത് ചേർത്ത് നിർത്താൻ ബാധ്യതപ്പെട്ടവർ തന്നെയാണെന്നും പാളയത്തിലെ ചതിയും പിന്നിൽ നിന്നുള്ള കുത്തുമാണ് തോൽവിക്ക് കാരണമായതെന്നും അൻവർ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന PV അൻവറിനെ 7487 വോട്ടുകൾക്കാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന PA മുഹമ്മദ് റിയാസ് പരാജയപ്പെടുത്തിയത്. വിജയിക്കുന്ന സീറ്റ് തനിക്ക് തരാൻ UDF ഒരുക്കമായിരുന്നുവെങ്കിലും റിയാസിനെതിരെ തന്നെ മത്സരിക്കാൻ താൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും പരാജയപ്പെട്ടുവെങ്കിലും സന്തുഷ്ടനാണെന്നും അൻവർ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പ്രതികരിച്ചിരുന്നു. ഇതിനിടെയാണ് അൻവറിനെതിരെ വിമർശനമുയരുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ പിണറായി വിജയനെതിരെ CPI ജനറൽ സെക്രട്ടറി D രാജ ഘടകകക്ഷികളെ ഉൾക്കൊള്ളാൻ പിണറായി വിജയൻ തയ്യാറാകണം. ചർച്ചയില്ലെന്ന് പിണറായി വിജയൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയില്ല. പ്രതിപക്ഷ ഉപനേതൃ പദവി CPIയുടെ ന്യായമായ ആവശ്യമാണെന്നും CPMന്റെ ദേശീയ നേതൃത്വവുമായി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും D രാജ ഡൽഹിയിൽ പറഞ്ഞു. മലപ്പുറം മാത്രമല്ല, ജനസംഖ്യ ആനുപാതികമായി ജില്ലകൾ പുനഃക്രമീകരിക്കണമെന്നാണ് മുസ്ലിം ലീഗ് എന്നും ആവശ്യപ്പെടുന്നതെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം. പുതിയ ഡീലിമിറ്റേഷൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ വിഷയം UDF-ൽ ചർച്ച ചെയ്ത് സംയുക്ത തീരുമാനമെടുക്കുമെന്നും സലാം കോഴിക്കോട് പ്രതികരിച്ചു. മുസ്ലിം ലീഗ് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ജില്ല ഉണ്ടാക്കണമെന്നോ ഏതെങ്കിലും ഒരു നഗരത്തെ അതിൻ്റെ തലസ്ഥാനമാക്കണമെന്നോ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ജനസംഖ്യാനുപാതികമായി കേരളത്തിൽ ജില്ലകൾ പുനഃക്രമീകരിക്കണം എന്നാണ്. ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. 15ഉം 16ഉം ഒക്കെ ഉണ്ടായിരുന്ന കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഇപ്പോൾ 50, 55, 60 ജില്ലകളുണ്ട്. അതുപോലെ കേരളത്തിലും ജില്ലകളുടെ എണ്ണം കൂടണം, ജനസംഖ്യാനുപാതികമായി കിട്ടണം. ചിന്താ ജെറോമിനെ പരിഹസിച്ച മന്ത്രി OJ ജനീഷ് വനിതാ പ്രസിഡന്റ് എന്ന DYFI തീരുമാനം സ്വാഗതാർഹമാണെന്നും എന്നാൽ വനിതാ അധ്യക്ഷ തെരുവിലൂടെ നടന്ന് കേട്ടാലറയ്ക്കുന്ന മുദ്രാവാക്യം വിളിക്കരുത് എന്നും OJ ജനീഷ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അല്ല, DYFIയിൽ വനിതാ അധ്യക്ഷ വരുന്നത് വളരെ നല്ല കാര്യമാണ്. യുവജന പ്രസ്ഥാനങ്ങളുടെ അമരത്തേക്കൊക്കെ വനിതകൾ കടന്നു വരുന്നത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നാളുകളിൽ യൂത്ത് കോൺഗ്രസിലും അങ്ങനെ വനിതകളൊക്കെ കടന്നു വരാനുള്ള അവസരങ്ങളുണ്ടെങ്കിൽ വരണം. പക്ഷേ വനിതാ അധ്യക്ഷ തെരുവിലൂടെ നടന്ന് നാട്ടുകാർക്ക് കേട്ടാലറക്കുന്ന രീതിയിലുള്ള ഭാഷയിൽ മുദ്രാവാക്യം വിളിക്കരുത്, അത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ 100 ദിവസം ഒന്നും ചെയ്യാത്ത VD സതീശൻ സർക്കാർ അടുത്ത 5 വർഷം എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതുന്നില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. 5 ഗ്യാരണ്ടികൾ വാഗ്ദാനം നൽകിയിട്ട് ഒന്ന് മാത്രമാണ് നടപ്പിലാക്കിയത്. വർഗീയതയെ പുറത്തു നിർത്തുമെന്ന് പറഞ്ഞ VD സതീശൻ വർഗീയ രാഷ്ട്രീയത്തിന് അടിമപ്പെട്ടു. മെസ്സി വിവാദം CBI അന്വേഷിക്കണം. പാലക്കാട് ഡിവിഷൻ വിഭജനത്തിൽ അനാവശ്യ വിവാദമാണെന്നും പാലക്കാട് ഡിവിഷനിൽ നിക്ഷേപത്തിന് കുറവുണ്ടാകില്ല എന്ന് റെയിൽവേ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ പറഞ്ഞു. 5 ഗ്യാരണ്ടിൻ്റെ വാഗ്ദാനം കൊടുത്ത VD സതീശൻ സർക്കാർ ഒരു ഗ്യാരണ്ടി മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ. ബാക്കി 4 ഗ്യാരണ്ടികൾ 3000 രൂപേൻ്റെ വെൽഫെയർ പെൻഷൻ, കോളേജ് പോകുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ, 5 ലക്ഷം ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ വായ്പ കടം, ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടീൻ്റെ പേരിലൊരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അവരൊരു ഗ്യാരണ്ടി ആയിരുന്നു. അത് എവിടെയും കാണുന്നില്ല. അതിനെക്കുറിച്ച് ചർച്ചയും കാണുന്നില്ല. അപ്പോൾ ഈ 4 വാഗ്ദാനം
BJPക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണവുമായി നടൻ ദേവൻ. പലതും പറയേണ്ടെന്ന് വെച്ചാണ് താൻ തുറന്നു പറയാത്തത്. സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച് ഇപ്പോഴൊന്നും പറയുന്നില്ല. BJP വിട്ട തനിക്ക് സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ടെന്ന പ്രചാരണം തെറ്റാണ്. EDയോ NAയോ ആര് വന്നാലും തനിക്ക് പേടിയില്ല എന്നും മടിയിൽ കനമില്ലെന്നും ദേവൻ പ്രതികരിച്ചു. CPM നേതാവ് AN ഷംസീറിന് മുസ്ലിം ലീഗിന്റെ മനസ്സാണെന്ന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്കെതിരെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. വെള്ളാപ്പള്ളിയുടെ നീചമായ വർഗീയത തികട്ടി പുറത്തുവരികയാണ്. വെള്ളാപ്പള്ളി മലപ്പുറത്തിനെതിരെ പറഞ്ഞപ്പോൾ പ്രതികരിച്ചത് CPM മാത്രമാണെന്നും KK രാഗേഷ് പറഞ്ഞു. അദ്ദേഹത്തിന് പല കാര്യങ്ങളെ സംബന്ധിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പക്ഷെ മതനിരപേക്ഷതയെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനമല്ല ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന അതിന്റെ നേതാവായിട്ടുള്ള ഒരാള് അത്തരമൊരു സമീപനമല്ല സ്വീകരിക്കേണ്ടത്. കണ്ണൂരിലെ പാലത്തായി പീഡനക്കേസിൽ UDF സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് EK സമസ്ത വിഭാഗത്തിന്റെ മുഖപത്രമായ സുപ്രഭാതം. പാലത്തായി കേസിൽ പ്രതിയായ പത്മരാജന്റെ ശിക്ഷ മരവിപ്പിച്ച കോടതി വിധി സംസ്ഥാന സർക്കാരും പ്രോസിക്യൂഷനും ചോദിച്ചു വാങ്ങിയ പരാജയം എന്നാണ് സുപ്രഭാതത്തിന്റെ മുഖപ്രസംഗം. മറ്റു പല കേസുകളും ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ജാമ്യഹർജിയിൽ കാണാത്ത എന്ത് താൽപ്പര്യമാണ് BJP നേതാവിന്റെ കാര്യത്തിൽ സർക്കാരിനുള്ളത് എന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. സുപ്രീം കോടതിയെ സമീപിച്ച് ഇരയ്ക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടണമെന്നും മുഖപ്രസംഗത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. പാലത്തായിൽ 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് അധ്യാപകനും BJP നേതാവുമായിരുന്ന പത്മരാജന്റെ ജീവപര്യന്തം തടവ് ശിക്ഷ മരവിപ്പിച്ച് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. പാലത്തായി പോക്സോ കേസിൽ BJP നേതാവ് പത്മരാജന് ജാമ്യം ഒരുക്കിക്കൊടുത്തത് UDF സർക്കാരെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. പ്രതി അപ്പീൽ പോയ കാര്യം കുട്ടിയുടെ കുടുംബം അറിഞ്ഞില്ല. പ്രോസിക്യൂഷൻ ലാഘവത്തോടെയാണ് കേസ് കൈകാര്യം ചെയ്തത്. കുട്ടിയുടെ വാദം കേൾക്കണമെന്ന് കോടതി പറഞ്ഞിട്ടും നിർദ്ദേശം പാലിച്ചില്ല എന്നും KK രാഗേഷ് വിമർശിച്ചു. വളരെ കൃത്യമായി തുടക്കത്തിൽ തന്നെ ഈ കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയും BJPയുടെ താൽപര്യാർത്ഥം കാര്യങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയുമുള്ള ഒത്തുകളി തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിക്ഷ വന്നതിന് ശേഷം ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുമ്പോൾ LDF ഗവൺമെന്റാണ് അധികാരത്തിലുണ്ടായിരുന്നത്. വഖഫ് വിഷയത്തിലടക്കം CPMനെ അനുകൂലിച്ചും സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയും രൂക്ഷ വിമർശനം നടത്തിയ സമസ്ത നേതാവ് ഉമർ ഫൈസി മുഖത്തിന്റെ നിലപാട് മുസ്ലിം ലീഗിനെയും സർക്കാരിനെയും വെട്ടിലാക്കുന്നു. ഇന്നലെ മലപ്പുറത്തെ CPMന്റെ സെമിനാറിൽ വെച്ചാണ് ഉമർ ഫൈസി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. സർക്കാർ RSSന് അനുകൂലമായി നടപടിയെടുക്കുന്നുവെന്നായിരുന്നു വിമർശനം. വഖഫ് വിഷയത്തിൽ UDF കീഴടങ്ങിയെന്ന CPM പ്രചരണത്തിന്റെയാണ് സമസ്ത സെക്രട്ടറിയുടെ വിമർശനവും വന്നിരിക്കുന്നത്. CPM സെമിനാറിൽ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി നടത്തിയ വിമർശനത്തിന് മറുപടി നൽകാതെ ഒഴിഞ്ഞുമാറി മുസ്ലിം ലീഗ് നേതൃത്വം. വിഷയത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം തേടിയപ്പോൾ ഉമർ ഫൈസി ആരാണെന്നായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിന്റെ പ്രതികരണം. വഖഫ് ബോർഡ് കമ്മിറ്റി മെമ്പർ ഉമർ ഫൈസി മുക്കം ഇന്നലെ മലപ്പുറത്ത് എനിക്കങ്ങനെ ഒരാൾ അറിഞ്ഞൂടാ. ഓക്കെ. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ DYSP സുധീർ കലന് സസ്പെൻഷൻ. കേസിലെ മുഖ്യപ്രതിയായ ഡോക്ടർ MK റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ DYSPയുടെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കേസിലെ പ്രധാന പ്രതിയായ ഡോക്ടർ റാമിനെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്തുവെന്നും പ്രതിക്ക് കോടതിയിൽ നിന്ന് എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാനും രക്ഷപ്പെടാനും സാഹചര്യം ഒരുക്കിയെന്നുമാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയുള്ള കുറ്റം. പ്രതിയിൽ നിന്ന് അന്വേഷണ സംഘം ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയത് ആരോപണമുയർന്നിരുന്നു. ഗുരുതരമായ വീഴ്ചകൾ തെളിഞ്ഞിട്ടും DYSP സുധീർ കലൻ സർവീസിൽ തുടരുന്നതിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലെ ED കേസ് പ്രതികളുടെ ഓണാഘോഷത്തിൽ വീഴ്ച വരുത്തിയ 6 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. 6 പേരെ AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റും. SHOക്കെതിരായ നടപടി IG തീരുമാനിക്കും. GD ചാർജുള്ള ഉദ്യോഗസ്ഥൻ പ്രതികൾ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ നോക്കി നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 6 പേരെയാണ് AR ക്യാമ്പിലേക്ക് മാറ്റുന്നത്. SHOയുടെ കാര്യത്തിൽ എന്ത് നടപടി വേണമെന്ന കാര്യം IG തലത്തിൽ തീരുമാനിക്കും.
SHO ആയിരുന്ന പ്രശാന്ത് ഇന്നലെ സ്റ്റേഷൻ ചുമതല വിട്ടു. ഓണാഘോഷം സംഘടിപ്പിച്ച പോലീസുകാർക്ക് പ്രതികളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് DCP അന്വേഷിക്കും. ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഉത്തരവിനെ തുടർന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്ത്യ ചൈന അതിർത്തി പ്രശ്നങ്ങളിലെ ചർച്ചകൾക്കായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലെത്തി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായും വൈസ് പ്രസിഡന്റ് ഹാങ് ഷെങ്ങിയുമായും ഡോവൽ കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യയിലെത്തുന്നതിന് മുൻപായിട്ടാണ് ഡോവലിന്റെ സന്ദർശനം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്നും നാളെയും ചൈനയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി അദ്ദേഹം നാളെ ഉഭയകക്ഷി ചർച്ച നടത്തുന്നുണ്ട്. അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തുടർന്നുവരുന്ന ചർച്ചകളുടെ ഭാഗമായാണ് ഡോവലിന്റെ ചൈനീസ് സന്ദർശനം. നേരത്തെ 2020 ഗാൽവൻ മേഖലയിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ ചൈന ബന്ധം വഷളായിരുന്നു. പിന്നീട് നയതന്ത്ര സൈനിക തലങ്ങളിൽ പ്രശ്നപരിഹാരത്തിന് ചർച്ച തുടരുകയാണ്. നേരത്തെ അരുണാചൽ പ്രദേശിലെ വിവിധ സ്ഥലങ്ങൾക്ക് ചൈന പുതിയ പേരുകൾ നൽകിയതിനെതിരെ ഇന്ത്യ കടുത്ത എതിർപ്പും വിമർശനവും ഉന്നയിച്ചിരുന്നു. അതിർത്തിയിൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും എന്നാൽ കടന്നുകയറ്റത്തെ ശക്തമായി ചെറുക്കുമെന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. കൂടാതെ ബ്രിക്സ് ഉച്ചകോടിക്ക് മുൻപായാണ് അജിത് ഡോവലിന്റെ ചൈന സന്ദർശനം. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിൽ പ്രത്യേക കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കല്യാൺ സിൽക്സിന്റെ ഓണക്കോടിക്കൊപ്പം 2 കോടി സമ്മാന പദ്ധതിയുടെ 3ാം ആഴ്ചയിലെ നറുക്കെടുപ്പ് കോഴിക്കോട് നടന്നു. 5 ടൊയോട്ട ഗ്ലാൻസ കാറുകൾ, 28 സ്കൂട്ടറുകൾ, 28 AC, 28 ഗൃഹോപകരണ കോംബോ, ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയാണ് സമ്മാനമായി നൽകിയത്. കല്യാൺ സിൽക്സിന്റെ കോഴിക്കോട് തൊണ്ടയാട് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ MLA-മാരായ K. ജയന്ത്, ഫൈസൽ ബാബു, PT സൂരജ്, വിദ്യാ ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് നറുക്കെടുപ്പ് നടത്തിയത്. അടുത്തയാഴ്ച തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ ആഴ്ചയിലെ നറുക്കെടുപ്പിനൊപ്പം ബമ്പർ സമ്മാനമായി 25 ലക്ഷം രൂപയുടെ സ്വർണ്ണ നാണയങ്ങളും സമ്മാനമായി നൽകും. ഇത് ആറ്റിങ്ങൽ കൊണ്ടുപോയി. ഇനി ആരാ പേരാണെന്ന് നോക്കാം. ടൊയോട്ട ഗ്ലാൻസ കാർ യെസ്, ഇരിഞ്ഞാലക്കുട ബ്രാഞ്ചിനാണ് ടൊയോട്ട ഗ്ലാൻസ സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ളത്. കാറ് കാലിക്കറ്റിന് കൊടുക്കാല്ലേ? ആരാ കൊണ്ടുപോയത്? ദിനേശ് 0663651 ആറ്റിങ്ങൽ സ്റ്റോറിലാണ്. അപ്പോൾ വിജയികളുടെ കൂപ്പൺസും കയ്യിൽ പിടിച്ച് നമ്മൾ ചെറിയൊരു ഫോട്ടോ സെഷനിലാണ്. കല്യാൺ സിൽക്സിന്റെ ഓണക്കോടിക്കൊപ്പം 1.5 കോടി സമ്മാന പദ്ധതി 2014 ആരംഭിച്ചതെന്നും നിലവിൽ 2 കോടിയുടെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി നൽകുന്നതെന്നും കല്യാൺ സിൽക്സ് CEO CS അനിൽകുമാർ പറഞ്ഞു. 28 സ്കൂട്ടർ, 28 AC, 28 ഹോം അപ്ലയൻസ്, ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ, കൂടാതെ 5 ടൊയോട്ട ഗ്ലാൻസ കാറ്, ബമ്പർ സമ്മാനമായിട്ട് 25 ലക്ഷം രൂപ വിലമതിക്കുന്ന ഗോൾഡ് കോയിൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. 3ാമത്തെ ആഴ്ചയിലത്തെ നറുക്കെടുപ്പ് കഴിഞ്ഞു. ആദ്യത്തെ ആഴ്ചയിലത്തെ തിരുവനന്തപുരത്തായിരുന്നു, 2ാമത്തെ ആഴ്ചയിലത്തെ എറണാകുളത്ത് കഴിഞ്ഞു. അടുത്ത ആഴ്ച 30-ാം തീയതി തൃശ്ശൂർ പാലസ് റോഡ് ഷോറൂമിൽ വെച്ചിട്ടാണ് 4ാമത്തെ ആഴ്ചയിലത്തെ നറുക്കെടുപ്പും അതോടൊപ്പം തന്നെ ബമ്പർ നറുക്കെടുപ്പും ഉണ്ടാവുക. അതിപ്പോൾ ഇന്നിവിടെ എത്ര ഗിഫ്റ്റ് എടുത്തോ അത്രയും ഗിഫ്റ്റ് തന്നെ അടുത്ത ആഴ്ചയുണ്ട്. അതുകൂടാതെ 25 ലക്ഷം രൂപയുടെ ഒരു ബമ്പർ സമ്മാനം കൂടിയുണ്ട്.